GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഗവൺമെൻറ് തലത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത വളരെ നല്ലൊരു കാര്യമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് എത്രയാണ് അതിൻ്റെ GST എന്ന് അറിഞ്ഞിരുന്നാൽ നമുക്കൊന്നുകൂടെ ഈസിയായി. ഗവൺമെൻറ് തലത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ് GST റൈറ്റ് ഫൈൻഡർ. ഞാൻ അതിനെക്കുറിച്ചാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മൈ നെയിം ഈസ് ഇബാദ് റഹ്മാൻ. വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ്. GST റേറ്റ് ഫൈൻഡർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസ് നമുക്ക് ലഭിക്കുന്നതാണ്. ക്വിക്ക് സെർച്ച്, ടാക്സ് റേറ്റ് ഗുഡ്സ്, ടാക്സ് റേറ്റ് സർവീസ്, ഇൻഫോർമേഷൻസ്, ഡിസ്ക്ലൈമർ, ഇത്രയാണ് ഇതിൻ്റെ മെനുവിൽ വരുന്നത്. ക്വിക്ക് സെർച്ചിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസിനെ കുറിച്ചോ നമുക്ക് സെർച്ച് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ സാധനത്തിൻ്റെ GST എത്രയാണ് എന്ന് നമുക്കറിയാൻ സഹായകരമാകും. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഫിഷ് എന്ന് സെർച്ച് ചെയ്യുന്നു. ഫിഷിനെ കുറിച്ചുള്ള GST എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് നിങ്ങൾ ഈ കാണുന്നത്. ദെൻ അതിനുശേഷം ടാക്സ് റേറ്റ് ഗുഡ്സ്, ടാക്സ് റേറ്റ് സർവീസ്, അതായത് സർവീസിനും ടാക്സിനും സെപ്പറേറ്റ് GST ആണ്. അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ലഭിക്കാനായി നമുക്ക് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ദെൻ 0% ഏതൊക്കെ GST ഉണ്ട്, അല്ലെങ്കിൽ 0 to 25% വരെ, 3% വരെ ഏതൊക്കെ GST കൊടുക്കണം എന്നൊക്കെയാണ് ഇതിൽ കാണുന്നത്. അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഒരു സെർച്ച് ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗുഡ്സ് ഏരിയ നമുക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ ആ പെർട്ടിക്കുലർ ഗുഡ്സിൻ്റെ GST നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് സർവീസിനും ഇതുപോലെ തന്നെ പെർസെൻറ്റേജ് വൈസ് ഇതിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം. എന്തായാലും GST റേറ്റ് ഫൈൻഡർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഏതെങ്കിലും ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസോ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ വഴി ഒന്ന് അതിൻ്റെ റേറ്റ് എത്രയാണ്, അതിന് എത്ര പെർസെൻറ്റേജ് ആണ് GST ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പോവുക. അങ്ങനെയാണെന്ന് നമുക്ക് ഒന്നുകൂടെ ഈസി ആയി എന്നർത്ഥം. ടെക്നോളജി എത്രമാത്രം നിങ്ങളുടെ ജീവിതത്തെ സഹായിക്കുന്നു എന്ന് സംബന്ധമായി ടെക്നോളജി നിങ്ങളുടെ ജീവിതത്തെ സഹായകരമാവുന്ന രീതിയിലുള്ള വീഡിയോസാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ യൂട്യൂബിൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ എന്നെ സഹായിക്കുക. പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.